ബാലൻ എന്ന പേരിന് മലയാള സിനിമയിൽ ഒഴിവാക്കാനാകാത്ത സ്ഥാനമുണ്ട്. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രത്തിന്റെ പേര് ബാലൻ എന്നായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം അതേ പേരിൽ മറ്റൊരു സിനിമ എത്തുമ്പോൾ മികച്ച സിനിമയിൽ കുറഞ്ഞതൊന്നും പ്രേക്ഷകന് സമ്മാനിക്കുന്നില്ല. മറ്റു ഭാഷയിലെ സിനിമാ പ്രേമികൾക്ക് മുന്നിൽ അഭിമാനത്തോടെ ഇത് താണ്ടാ മലയാള സിനിമ എന്ന് പറയാൻ കഴിയുന്ന ചിത്രമാണ് ബാലൻ. അനൗൺസ്മെന്റ് സമയത്ത് ഫീൽ ഗുഡ് സിനിമയാകുമെന്ന് കരുതിയവർക്ക് മുന്നിൽ ത്രില്ലർ എക്സ്പീരിയൻസ് നൽകിക്കൊണ്ടാണ് അണിയറ പ്രവർത്തകർ ട്രെയിലർ പുറത്തുവിട്ടത്. പല നാടുകളിൽ പല പേരുകളിൽ കഴിയുന്ന ഒരു അമ്മയുടെയും മകന്റെയും കഥ. അതാണ് ജിത്തു മാധവൻ എഴുതി വെച്ച ബാലൻ. ആദ്യ സീനിൽ തന്നെ പ്രേക്ഷകരെ ഹുക്ക് ചെയ്യാൻ ചിത്രത്തിന് സാധിച്ചു. ആരാണ് ആ അമ്മയും മകനും? എന്തിനാണ് അവർ ഇങ്ങനെ പല നാടുകളിൽ ജീവിക്കുന്നത് എന്ന ചോദ്യത്തിന് ആദ്യമൊന്നും ഒരു വ്യക്തതയും ലഭിക്കുന്നില്ല. എന്നിരുന്നാലും ഈ രണ്ട് കഥാപാത്രങ്ങളുടെ കൂടെ നമ്മളും സഞ്ചരിക്കും. അവരുടെ സന്തോഷത്തിൽ നമ്മളും സന്തോഷിക്കും. വളരെ ചെറിയ സമയം കൊണ്ട് പ്രധാന കഥാപാത്രങ്ങളുമായി ഇമോഷണൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും ഗ്രേ ഷെയ്ഡ് ഉള്ളവരാണ്. എന്നിരുന്നാലും അവരിൽ ആരോടും നമുക്ക് വെറുപ്പ് തോന്നില്ല. ആ കഥാപാത്രങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ മാറിയെന്ന് ചെറിയ സമയം കൊണ്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ആവേശം പോലെ ഒരു കളർഫുൾ എന്റർടൈനർ ഒരുക്കിയ ജിത്തു മാധവന്റെ ഏറ്റവും മികച്ച സ്ക്രിപ്റ്റ് എന്ന് ബാലനെ വിശേഷിപ്പിക്കാം. കോമഡിക്ക് കോമഡിയും ത്രില്ലിന് ത്രില്ലും ഇമോഷനും ചേർന്ന പെർഫെക്റ്റ് പാക്കേജാണ് ബാലൻ. ഈ അടുത്ത് വന്നതിൽ ഏറ്റവും മികച്ച സ്ക്രിപ്റ്റാണ് ബാലന്റേത്. അങ്ങേയറ്റം ടെൻഷൻ അടുപ്പിച്ച ഇന്റർവൽ പോർഷനും കണ്ണ് നിറയിച്ച് കൈയടുപ്പിച്ച ക്ലൈമാക്സും ബാലനെ കൂടുതൽ മികച്ചതാക്കി. പല നാടുകളിൽ പല പേരുകളിൽ ജീവിക്കുന്നതിന്റെ കാരണം വ്യക്തമാക്കുന്ന സീനുകളെല്ലാം ഗംഭീരമായിരുന്നു. അടുത്ത സ്റ്റേറ്റ് അവാർഡിൽ മിനിമം 5 അവാർഡെങ്കിലും ബാലൻ കീശയിലാക്കുമെന്ന് ഉറപ്പാണ്. പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ആദിശേഷൻ, ഫർസാന പാലത്തിങ്കൽ, മുഹമ്മദ് സിയാൻ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടായി ഇവർ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സിനിമയെ ഇത്ര ഗംഭീരമായി ഷോൾഡർ ചെയ്യാൻ ഈ 3 പേർക്കും സാധിച്ചിട്ടുണ്ട്. പല ഗെറ്റപ്പിൽ പല ഇമോഷനുകൾ കൺവേ ചെയ്യുന്ന കഥാപാത്രമാണ് ഫർസാനയുടേത്. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ സംസ്ഥാന അവാർഡ് തന്റെ ഷെൽഫിലെത്തിക്കുമെന്ന് ഉറപ്പാണ്. ഡയലോഗുകൾ അധികമില്ലെങ്കിലും സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആദിശേഷന്റെ പ്രകടനവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണ്. നിഷ്കളങ്കമായ നോട്ടവും ചില നേരത്തെ കിടിലൻ കൗണ്ടറുകളുമെല്ലാം ഗംഭീരമായിരുന്നു. രണ്ടാം പകുതിയിലെത്തുന്ന മുഹമ്മദ് സിയാനും കണ്ണു നിറയ്ക്കുന്ന പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. സംവിധാനത്തെക്കാൾ അഭിനയത്തിലാണ് താൻ പുലിയെന്ന് ജീൻ പോൾ ഒരിക്കൽ കൂടി തെളിയിച്ചു. പല ലെയറുകളുള്ള പവിത്രൻ എന്ന പോലീസ് കഥാപാത്രം ജീൻ പോളിൽ ഭദ്രമായിരുന്നു. ചില സീനുകളിൽ സാക്ഷാൽ ലാലിനെ ഓർമ്മിപ്പിക്കുന്ന മാനറിസങ്ങളായിരുന്നു ജീൻ പോളിന്റേത്. ക്യാമറയ്ക്ക് മുന്നിൽ അരങ്ങേറിയ പുതുമുഖം ഗിരീഷ് ഏടിയും ഗംഭീരമാക്കി. ഗിരീഷ് ജീൻ പോൾ കോംബോ ഒരു ഫ്രഷ്നെസ് സമ്മാനിച്ചു. അതിഥി വേഷത്തിലെത്തിയ ടൊവിനോയും ബാലനിൽ തന്റെ സ്ഥാനം ഗംഭീരമായി അടയാളപ്പെടുത്തി. ഇതുവരെ കാണാത്ത വ്യത്യസ്ത ഗെറ്റപ്പിലാണ് ടൊവി ബാലനിൽ പ്രത്യക്ഷപ്പെട്ടത്. അബ്ബാസ് എന്ന കഥാപാത്രം താരത്തിന്റെ കരിയറിലെ മികച്ച ഒന്നാണെന്ന് സംശയമില്ലാതെ പറയാം. ഏറെ കാലത്തിന് ശേഷം ബിഗ് സ്ക്രീനിലേക്ക് തിരിച്ചെത്തിയ ബീന ആന്റണിയും ഗംഭീര പ്രകടനമായിരുന്നു. ഒന്ന് പൊട്ടിക്കാൻ തോന്നുന്ന തരത്തിൽ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രമായിരുന്നു ബീന ആന്റണിയുടെ ഷംനാഥ. വളരെ ചെറിയ സ്ക്രീൻ ടൈം കൊണ്ട് കണ്ണും മനസ്സും നിറച്ച ഡോളി ജൂണിന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. ഒരു പ്രത്യേക കണക്ഷൻ ഈ കഥാപാത്രത്തോട് തോന്നിപ്പോയി. ആദ്യ സിനിമയാണെന്ന് തോന്നിക്കാത്ത പ്രകടനമായിരുന്നു ഡോളിയുടേതും. ക്യാമറയ്ക്ക് മുന്നിൽ നിന്നവർക്കൊപ്പം പിന്നിൽ നിന്നവരും കട്ടയ്ക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. സുഷിന്റെ തിരിച്ചുവരവായി ബാലനെ കണക്കാക്കാം. ക്ലാസ് BGMകളുമായി സുഷിൻ കളം നിറഞ്ഞു. താക്കോൽ എന്ന പാട്ടിന്റെ കമ്പോസിഷനും ഗംഭീരം. ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ അടിച്ചുവിട്ട സ്കോറിന് പ്രത്യേക കൈയടി. 2.5 മണിക്കൂർ സിനിമയെ ഒരിടത്തും ബോറടിപ്പിക്കാത്ത ഒരു സീനിൽ നിന്നും അടുത്ത സീനിലേക്ക് ഒഴുകുന്ന തരത്തിൽ വിവേക് ഹർഷന്റെ കട്ടുകൾ. തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെയുള്ള ലൊക്കേഷനുകളെ ഒപ്പിയെടുത്ത ഷൈജു ഖാലിദിന്റെ ക്യാമറ കണ്ണുകൾ. ബാലന്റെയും അമ്മയുടെയും അബ്ബായുടെയും ലോകം സൃഷ്ടിച്ച അജയൻ ചാലിശ്ശേരിയുടെ ക്രാഫ്റ്റ് എന്നിങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റും 100% ഈ സിനിമയ്ക്ക് നൽകിയിട്ടുണ്ട്. മോളിവുഡിൽ അധികം സംവിധായകർക്ക് സ്വന്തമാക്കാനാകാത്ത ഹാട്രിക് ഹിറ്റ് എന്ന നേട്ടം ചിദംബരം സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ്. ചില സിനിമകൾ കണ്ട ശേഷം നമ്മൾ മറക്കും, മറ്റു ചിലത് കണ്ടു കഴിഞ്ഞ ശേഷം ചിന്തിപ്പിക്കും. അപൂർവം ചില സിനിമകൾ മാത്രമേ കണ്ടു കഴിഞ്ഞാലും നമ്മുടെ കൂടെ സഞ്ചരിക്കുകയുള്ളൂ. ബാലൻ അത്തരത്തിലൊന്നാണ്. ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകർക്ക് നല്ല സിനിമ കണ്ടു എന്ന സംതൃപ്തിയിൽ നെഞ്ചുമിരിച്ച് ഇറങ്ങി വരാമെന്ന കാര്യത്തിൽ 100% ഗ്യാരണ്ടി.